എനിക്ക് തോന്നുന്നു ഞാനൊരു 50ഓളം ആർക്കിടെക്ട്സ് ആയിട്ട് സ്ഥിരമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അതിൽ രസകരമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ കളമശ്ശേരിയിൽ വരുന്നൊരു ടൗൺഷിപ്പ് പ്രോജക്റ്റിന്റെ ഡിസൈനിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ആർക്കിടെക്ട് അദ്ദേഹത്തെ സംസാരിക്കാനായിട്ടിടയായി. അപ്പോൾ അദ്ദേഹമാണ് ആ പ്രോജക്റ്റ് ചെയ്യുന്നത്. മറ്റാരുമല്ല, ആർക്കിടെക്ട് സഞ്ജയ് പുരിയാണ്. അപ്പോൾ അതിന്റെ ഡിസൈനുമായിട്ടെല്ലാം ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ശേഷം വൈകുന്നേരം ലേബർഡിയനിൽ ആഹാരം കഴിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ വന്ന് ഒരുപാട് പേര് ഇറങ്ങുന്നതായിട്ട് കണ്ടു. അത് ഗുജറാത്തിൽ നിന്നുള്ളൊരു ടൂറിസ്റ്റ് സംഘമായിരുന്നു. അപ്പോൾ അവരവിടെ ഇറങ്ങി അവർ ഹോട്ടലിലേക്ക് പോകുന്നു. ഞങ്ങൾ കാറിൽ വന്നിറങ്ങി ഞങ്ങളും ഹോട്ടലിലേക്ക് ആഹാരം കഴിക്കാനായിട്ട് പോയപ്പോൾ പെട്ടെന്ന് ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഓടി വന്നിട്ട് സഞ്ജയ് പുരിയുടെ കൂടെ വന്നൊരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. കാരണം വെച്ചാൽ ഒരു ആർക്കിടെക്റ്റിന്റെ കൂടെ വന്നിട്ട് സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ഒരു സഞ്ചാരി, അതും കേരളത്തിൽ വെച്ചിട്ട്, പ്രത്യേകിച്ച് ഒരു നോർത്ത് ഇന്ത്യൻ ആർക്കിടെക്റ്റിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ ഒരു നിമിഷം ഇതെന്താന്നുള്ള മട്ടിൽ നിന്ന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയ എനിക്ക് തോന്നുന്നു മുഴുവൻ ആൾക്കാരും ഇദ്ദേഹത്തിന്റെ കൂടെ നിന്ന് സെൽഫി പിക്ചേഴ്സ് എടുക്കുകയാണ്. ഒരു സെലിബ്രിറ്റി ആർക്കിടെക്റ്റിനെ അല്ലെങ്കിൽ മഹോത്തരമായിട്ട് നിർമ്മിതികൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ആർക്കിടെക്റ്റിനെ പൊതുസമൂഹം എത്രത്തോളം റെസ്പെക്റ്റോടെയാണ് കാണുന്നത് എന്നുള്ളത് ആദ്യമായിട്ട് ഞാൻ തിരിച്ചറിയുന്ന നിമിഷമായിരുന്നത്. കാരണം സൂററ്റിലുള്ള പ്രശസ്തമായിട്ട് സൂററ്റ് ക്ലബ്, അതിന്റെ ആർക്കിടെക്ട് ശ്രീ സഞ്ജയ് പുരിയാണ്. അവിടുത്തെ മെമ്പേഴ്സ് ആയിരുന്നു ഈ ബസ്സിൽ വന്നിറങ്ങിയ ഏതാണ്ട് എല്ലാ ആൾക്കാരും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്ന, അവർ നിത്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ കമന്റബിൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറിന്റെ സൃഷ്ടാവ്, ആ പ്രൊഡക്റ്റിന്റെ സൃഷ്ടാവ് സഞ്ജയ് പുരി അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആരാധനാമൂർത്തിയായിരുന്നു. അതിന്റെ ഒരു റിഫ്ലക്ഷനാണ് ഞാനന്ന് ലേമർഡിയന്റെ പോർച്ചിൽ വെച്ച് കണ്ടത്.